വിഭാഗ വികസന കോർപ്പറേഷൻ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം സമഗ്ര 2026-23 കൊച്ചിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം സമഗ്ര 2026 എന്ന പേരിൽ നടക്കുമെന്ന് മുഹമ്മദ് ഷിയാസ് MLA പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. കോർപ്പറേഷൻ സംസ്ഥാന തലത്തിൽ നടത്തുന്ന ക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള സമഗ്ര 2026 ഈ മാസം 23-ാം തീയതി രാവിലെ 9 മണിക്ക് പള്ളുരുത്തി SN ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നതാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഈ പ്രോഗ്രാം നടത്തപ്പെടുന്നത്. 11:30 മണിക്ക് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സമഗ്ര 2026 ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ചുമതലയുള്ള മന്ത്രി അഡ്വക്കേറ്റ് പ്രൊഫസർ കെ തുളസി അധ്യക്ഷത വഹിക്കും. UDF സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് സമഗ്ര 2026. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയ്ക്ക് ഏകദേശം 10,000 കോടി രൂപയിലധികം കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലേക്ക് ഗ്രാന്റായും സബ്സിഡിയായും അതുപോലെ തന്നെ സ്കോളർഷിപ്പായും വിവിധ തലങ്ങളിൽ വിദ്യാർത്ഥികൾ മുതൽ കേരളത്തിലെ സംരംഭകർ വരെയുള്ള ആളുകൾക്ക് വിവിധ തലങ്ങളിലുള്ള വായ്പകളും സബ്സിഡികളും ഗ്രാന്റുകളും ഒക്കെ നൽകുന്ന വിവിധ ക്ഷേമ പരിപാടികൾ നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് വിഭാവനം ചെയ്തിട്ടുള്ളത്. വിതരണം ചെയ്തു കഴിഞ്ഞു. ഈ സാമ്പത്തിക വർഷം 100 കോടി രൂപയാണ് കുടുംബശ്രീകൾക്കായി, അതുപോലെ തന്നെ സംരംഭകർക്കായി, വിദ്യാർത്ഥികൾക്കായി, യുവജനങ്ങൾക്കായി, അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളിലെ ഏറ്റവും നിർധനരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഭവന പദ്ധതികൾ മറ്റ് സ്കീമുകളിലൂടെയൊക്കെ ഇത് നടത്തപ്പെടുന്നത്. 23-ാം തീയതി മാത്രം 100 കോടി രൂപയുടെ ഗ്രാന്റുകൾ നൽകപ്പെടും. 23-ാം തീയതി മാത്രം 100 കോടി രൂപയുടെ ഗ്രാന്റാണ് നൽകപ്പെട്ടത്. വിവിധ സർക്കാർ വകുപ്പുകൾ, വികസന ഏജൻസികൾ, ധനകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യാവസായിക മേഖലകൾ, സാമൂഹിക സംഘടനകൾ എന്നിവയെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിലാണ് അന്ന് ഈ സമഗ്ര 2026 പങ്കെടുക്കുന്നത്. അപ്പൊ സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ആ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങൾ ഏതെല്ലാം രീതിയിലാണ് കേരളത്തിൽ നടത്തപ്പെടുന്നത്, അത് ഈ പിന്നോക്ക വികസന വിഭാഗ കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് അത് ഏതെല്ലാം രീതിയിലാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നുള്ളതിന്റെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു അവയർനെസ് ക്ലാസ്സുകളാണ് നൽകുന്നതും. അതുപോലെ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ കാലേക്കൂട്ടി വിവിധ വിഭാഗങ്ങളിലായി നൽകിയിട്ടുള്ള അപേക്ഷകളിന്മേൽ സംസ്ഥാന സർക്കാർ ഈ 100 കോടി രൂപ ഗ്രാന്റായും മറ്റ് സ്കോളർഷിപ്പായും വായ്പയായും ഒക്കെ നൽകപ്പെടുന്നത്. 1,500 ഏകദേശം 15,000-ഓളം ഗുണഭോക്താക്കൾക്കായിട്ടാണ് ഈ 100 കോടി രൂപയുടെ വായ്പാ വിതരണം നടക്കുന്നത്. അതിനോടൊപ്പം പുതിയ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും അതിനോടൊപ്പം നടക്കും. സർക്കാർ വിവിധ വിഭാഗങ്ങളുടെ ഇൻഫർമേഷൻ കിയോസ്കുകൾ, വിജ്ഞാനപ്രദമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകൾ എല്ലാം ഈ ദിവസങ്ങൾ രാവിലെ മുതൽ ആരംഭിക്കുന്ന വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതികളുടെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഏറ്റവും സമഗ്രമായ രീതിയിലാണ് ഈ പദ്ധതി കേരളത്തിൽ നടത്തപ്പെടുന്നത്. പലപ്പോഴും നമുക്കത് വിവിധ ആളുകൾക്ക് അത് അറിയാൻ കഴിയുക
അപര്യാപ്തമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ബോധവൽക്കരണം കൂടിയാണ്, ഒരു അവയർനെസ് പ്രോഗ്രാം കൂടിയാണ് ഇതിനോടനുബന്ധിച്ച് നടത്തുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതൊരു കണ്ടിന്യൂറ്റി ഉള്ള ഒരു പരിപാടി കൂടിയാണ്. ഇതൊരു തുടക്കം എന്നുള്ള രീതിയിലാണ് കൊച്ചിയിലാണ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നത്. അതിനോടനുബന്ധിച്ച് 19-ാം തീയതി ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ഇന്ന് സമൂഹം ഏറ്റെടുത്തിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ ബോധവൽക്കരണം, അതിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെയും ഭാഗമായിട്ടുള്ള പരിപാടിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടും ഈ സമഗ്ര 2026 പ്രചരണാർത്ഥവും രാവിലെ 7 മണിക്ക് തോപ്പുംപടി BOT പാലത്തിൽ നിന്ന് ഒരു വാക്കത്തോൺ ഈ പരിപാടി നടക്കുന്ന പള്ളുരുത്തി വെളിയിലെ SN ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തേക്ക്, ആ പള്ളുരുത്തി വെളി ജംഗ്ഷനിലേക്ക് ഒരു വാക്കത്തോൺ കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ 100 കണക്കിന് ആളുകൾ, വിവിധ സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ, അതുപോലെ തന്നെ ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷൻ. 2026 ജൂലൈ 23 കൊച്ചി പള്ളുരുത്തി SN ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ പരിപാടി ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി കെ തുളസി അധ്യക്ഷത വഹിക്കും. വിവിധ വകുപ്പ് മന്ത്രിമാർ, MP-മാർ, MLA-മാർ, തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികൾ, മത സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. പരിപാടി വിജയകരമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ മന്ത്രി കെ തുളസിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നിരുന്നു. പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ യോഗം വിലയിരുത്തി. ഇതോടൊപ്പം ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വാക്കത്തോണിന്റെ ഔദ്യോഗിക സ്കാനർ പ്രകാശനവും മന്ത്രി കെ തുളസി നിർവഹിച്ചു. 15,000-ഓളം ഗുണഭോക്താക്കൾക്കായി 100 കോടി രൂപയുടെ വായ്പാ വിതരണം ഉദ്ഘാടന ചടങ്ങിൽ നടക്കും. പുതിയ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനവും കോർപ്പറേഷന്റെ ഔദ്യോഗിക ന്യൂസ് ലെറ്റർ പ്രകാശനവും ഇതോടൊപ്പം നിർവഹിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ ഇൻഫർമേഷൻ കിയോസ്കുകൾ, വിജ്ഞാനപ്രദമായ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ പരിപാടിയുടെ പ്രധാന ആകർഷണമായിരിക്കുമെന്നും MLA വ്യക്തമാക്കി. വിവിധ സർക്കാർ വകുപ്പുകൾ, വികസന ഏജൻസികൾ, ധനകാര്യ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖലകൾ, സാമൂഹിക സംഘടനകൾ എന്നിവയെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ അണിനിരക്കുന്ന ഒരു ബൃഹത് സംരംഭമാണ് സമഗ്ര 2026. ലഹരിമുക്തവും ആരോഗ്യപൂർണമായ ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന ദൗത്യത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമഗ്ര 2026 സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പൊതുസമൂഹത്തിലും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിലും ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിനായി 19 വിപുലമായ വാക്കത്തോൺ സംഘടിപ്പിക്കും. എറണാകുളം BOT പാലം മുതൽ പള്ളുരുത്തി SN ഹാൾ വരെയാണ് വാക്കത്തോൺ നടക്കുക. ഫെബ്രുവരി 28 സ്ഥാപിതമായ കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയാണ് KSBCDC. ദാരിദ്ര്യത്തിൽ നിന്നും പിന്നോക്കാവസ്ഥയിൽ നിന്നും മോചനം എന്ന മുദ്രാവാക്യവുമായി പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വയം തൊഴിൽ, വിദ്യാഭ്യാസം, മൈക്രോ ക്രെഡിറ്റ് വായ്പകൾ എന്നിവ കോർപ്പറേഷൻ നൽകി വരുന്നുണ്ട്. കോർപ്പറേഷൻ ഇതുവരെ 9.61 ലക്ഷത്തിലധികം ഗുണഭോക്തൃ കുടുംബങ്ങളിലായി ഏകദേശം 8,400 കോടി രൂപയുടെ ധനസഹായം വിതരണം ചെയ്തിട്ടുണ്ടെന്നും മുഹമ്മദ് ഷിയാസ് MLA വ്യക്തമാക്കി. കോർപ്പറേഷൻ എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് മാനേജർ ജിതിൻ PP-യും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. 1-ാം തീയതി നടത്തുന്ന പരിപാടിയുടെ മുന്നോടിയായിട്ടാണ് നമ്മൾ 19-ാം തീയതി നാർക്കോ ഹണ്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വാക്കത്തോൺ 2 കിലോമീറ്റർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. BOT പാലം മുതൽ പള്ളുരുത്തി SN ഓഡിറ്റോറിയം വരെയാണ് നമ്മൾ ഈ വാക്കത്തോൺ നടക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ നമ്മൾ സാംസ്കാരിക മേഖലയിലും മറ്റ് പ്രധാനപ്പെട്ട സ്കൂള്, അങ്ങനെയുള്ള NCC എല്ലായിടത്തും നമ്മൾ അതിന്റെ അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ പരമാവധി കുട്ടികൾ ഏകദേശം 2000-നും 5000-നും ഇടയിൽ ആളുകൾ പങ്കെടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന് നല്ല രീതിയിൽ ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ രജിസ്ട്രേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സമഗ്ര 2026 എന്ന് പറയുന്നത് സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്ന വലിയൊരു ബൃഹത് പ്രോഗ്രാമാണ്. അതിന്റെ ഔദ്യോഗിക തല ഉദ്ഘാടനമാണ് നമ്മൾ ഇന്ന് 23-ാം തീയതി പള്ളുരുത്തി SN ഹാളിൽ വെച്ച് നടത്തുന്നത്. അപ്പൊ ഈ MLA പറഞ്ഞ പോലെ നമ്മൾ ഏകദേശം 18ഓളം ഡിപ്പാർട്ട്മെന്റുകൾ അന്ന് പങ്കെടുക്കും എന്നാണ് നമുക്ക് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റുകൾ അവരവരുടെ പ്രവർത്തന മേഖലകളിൽ അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്നും അത് എന്തെല്ലാം രീതിയിൽ നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്നും അവരുടെ ഒരു കയോസ്ക് ഉണ്ടാവും. ആ കയോസ്കിലൂടെ അവർ അത് വ്യക്തമാക്കും. അതുകൂടാതെ തന്നെ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നൽകുന്ന സേവനങ്ങളുടെ വിവരങ്ങളൊക്കെ അനുസരിച്ച് പ്രത്യേക കയോസ്ക് ഉണ്ടാവും. അപ്പൊ അത് അന്നേ ദിവസം MLA പറഞ്ഞതുപോലെ നമ്മൾ 100 കോടി രൂപ വിതരണം ചെയ്യാനാണ് സംസ്ഥാന തലത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നെ ഏകദേശം നമ്മൾ 25 കോടി നമ്മുടെ അന്നേ ദിവസം നമ്മുടെ വേദിയിൽ വെച്ച് തന്നെ കൊടുക്കാനുള്ള ഒരു തീരുമാനവുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാ കുടുംബശ്രീ, കേരളത്തിലെ എല്ലാ കുടുംബശ്രീ പ്രവർത്തകരെയും ഇതിനോട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ കുടുംബശ്രീ CDSകളെയൊക്കെ വിളിച്ച് അവർക്ക് നമ്മൾ നൽകി വരുന്നുണ്ട്. ഈ വായ്പകളായിട്ടാണ് അവർക്ക് നൽകുന്നത്.
പ്രത്യേകിച്ച് ജാമ്യമൊന്നുമില്ലാത്ത കുടുംബശ്രീ അംഗങ്ങൾക്ക് അവരുടെ വിവിധ പദ്ധതികളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവർക്ക് കൊടുക്കുന്നുണ്ട് വായ്പകൾ. പിന്നെ വിവിധ പദ്ധതികളുടെ പുതിയ പദ്ധതികൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് അന്നേ ദിവസം. ഇപ്പോൾ പ്രധാനമായും നമ്മൾ ഏറ്റവും അടുത്തുള്ള ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ വാക്കത്തോണാണ്. അത് മറ്റന്നാൾ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം രാവിലെ നമ്മൾ നടത്തുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെ യുവത എന്നുള്ളതാണ് നമ്മുടെ പ്രധാന മുദ്രാവാക്യം. അപ്പോൾ അതിനോട് നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രോഷർ പോലുള്ളൊരു സാധനം ഞാൻ എല്ലാവർക്കും നൽകാം. ഇതൊന്ന് നോക്കിയാൽ ആളുകൾക്ക് മനസ്സിലാവും ഇതെല്ലാം എപ്പോഴാണ് സമയം, സ്ഥലം എന്നുള്ളതെല്ലാം അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി നമ്മുടെ ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ, കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം.